വെറും 2 ഗ്ലാസ് അരി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ നെയ്ച്ചോറും ബീഫ് കറിയും മുന്നേ നമ്മൾ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഇരിക്കട്ടെ, അടിപൊളി ഒരു ബീഫ് കറി നെയ്ച്ചോറിൻ്റെ. അപ്പോൾ എത്ര അറിയാത്തവർക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് അറിയുന്നതായിരിക്കും കേട്ടോ. ഫുള്ളായിട്ട് കാണാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയാണ്. ഞാനിവിടെ കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 സവാള, 2 ചെറിയ തക്കാളി, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 വലിയ ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ. എന്നിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ആ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇനി ഒരു മസാല റെഡിയാക്കി എടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ, വലിയ ജീരകം, കുരുമുളക്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് നമുക്ക് ബീഫൊക്കെ വെന്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇളക്കി കൊടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ബീഫൊക്കെ ഒരു 4-5 വിസിൽ, ഒരു 5-6 വിസിൽ വന്നപ്പോഴേക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു നുള്ള് മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സ്പൈസസ് ഒരുപാട് വേണ്ട, ഭയങ്കര കുത്തലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ബീഫ് കറിയുടെ സെറ്റ്. ഇനി തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു സവാളയുടെ പകുതിയും കൂടി ഇട്ടിട്ട് ഈ സവാള ആദ്യം ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുക. 2-3 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഒരു കഷ്ണം ക്യാരറ്റും ആ സവാളയുടെ ബാക്കി ഭാഗവും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം നിലക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പട്ട, ഗ്രാമ്പു, ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് കഴുകി ഊറ്റി മാറ്റി വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നെയ്ച്ചോറിൻ്റെ വീഡിയോ ഒരുപാട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ഒറ്റ വിസിലിൽ ഉണ്ടാക്കിയെടുക്കുന്ന നെയ്ച്ചോറൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ അളവിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ രീതിക്ക് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ. ഏറ്റവും കുറഞ്ഞ അളവിലാണ് ഈ ഒരു നെയ്ച്ചോറ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വെറും 2 ഗ്ലാസ് അരി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് 1/4 വേവ് ആകുമ്പോഴേക്കും ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് പിന്നെ അങ്ങോട്ട് മൂടി വെക്കാം കേട്ടോ. തീ കുറച്ചിട്ട് പിന്നെ 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ചോറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുന്നുണ്ട്. ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോറും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോമ്പിനേഷനായിട്ട് അടിപൊളി ബീഫ് കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ടേ കാണാം.